Good morning, students. Today we are going to discuss the topic inverse of a matrix and orthogonal matrix. Inverse of a matrix. If two square matrices A and B are such that AB equals BA equals I, where I is the identity matrix, then B is called the inverse of A. രണ്ട് മാട്രിക്സ് എ ആൻഡ് ബി, ഈ രണ്ട് മാട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അത് എ ഇൻറ്റു ബി ചെയ്താലും ബി ഇൻറ്റു എ ചെയ്താലും നമുക്ക് ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ് റിസൾട്ടൻറ്റ് മാട്രിക്സ് ആയിട്ട് കിട്ടുന്നത് എങ്കിൽ മാട്രിക്സ് ബിയെ പറയുന്ന പേരാണ് ഇൻവേഴ്സ് ഓഫ് എ. ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 0 0 0 1 0 0 0 1. Then for a given matrix A, there exists inverse only if A is a square matrix and A is non-singular. ഒരു മാട്രിക്സ് ഏതൊരു മാട്രിക്സിനും ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, എ ഈസ് എ സ്ക്വയർ മാട്രിക്സ്. മാട്രിക്സ് എ എന്തായിരിക്കണം? ഒരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. ദെൻ സെക്കൻഡ് വൺ, എ ഈസ് നോൺ സിംഗുലർ. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗുലർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ആ മാട്രിക്സിനെ പറയുന്ന പേരാണ് സിംഗുലർ മാട്രിക്സ്. സോ നോൺ സിംഗുലർ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 അല്ലാത്ത കേസ്. സോ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഒരു മാട്രിക്സിനെ നമുക്ക് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയുണ്ട്. എ ഇൻവേഴ്സ് ഈക്വൽസ് 1 ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ. സോ നമ്മൾ ആദ്യം എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അഡ്ജോയിൻറ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അഡ്ജോയിൻറ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മാട്രിക്സ് എയുടെ കോഫാക്ടേഴ്സ് കാണണം, അല്ലേ? കോഫാക്ടർ മാട്രിക്സ് കണ്ട് ആ കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താലാണ് എന്ത് നമുക്ക് കിട്ടുക? അഡ്ജോയിൻറ്റ് കിട്ടുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്റ്റുഡൻസ്, here we have matrix A and the elements are 0 1 2 1 2 3 3 1 1. Find A inverse. A inverse find out ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുശേഷം അഡ്ജോയിൻറ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡിറ്റർമിനൻറ്റ് എ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ കേസിൽ നമുക്ക് വരുന്ന വാല്യൂ -2 ആണ്. ദെൻ മാട്രിക്സ് എയുടെ കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ ക്വസ്റ്റ്യനും നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദെൻ കോഫാക്ടർ മാട്രിക്സ് ഫോം ചെയ്തു, അതാണ് എ ആൽഫ. ദെൻ എ ആൽഫയുടെ ട്രാൻസ്പോസ് എടുക്കുക. സോ റോ ബിക്കം ഫസ്റ്റ് റോ ബിക്കം ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ബിക്കം സെക്കൻഡ് കോളം, തേർഡ് റോ ബിക്കംസ് തേർഡ് കോളം. ഇങ്ങനെ നമ്മൾ കോഫാക്ടർ മാട്രിക്സും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഡിറ്റർമിനൻറ്റ് എ കാണുക, ദെൻ കോഫാക്ടർ മാട്രിക്സ് കാണുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതുവരെ എല്ലാ ക്വസ്റ്റ്യനിലും 15 മാർക്സിന് എസ്സേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നമുക്ക് ഇനി ഇൻവേഴ്സ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. എ ഇൻവേഴ്സ് ഈക്വൽസ് 1 ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ. ദെൻ നമ്മൾ 1 ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ വരുന്നത് -2 ആണ്. മൈനസ് കോമൺ ആയിട്ട് വരും. സോ -1/2 ഇൻറ്റു അഡ്ജോയിൻറ്റ് എ വരും. ജസ്റ്റ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. -1/2 ഇൻറ്റു -1. മൈനസ് എന്താകും? ക്യാൻസൽ ആകും. സോ 1/2. ദെൻ -1/2 ഇൻറ്റു 1 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്, ദെർഫോർ -1/2. ദെൻ -1/2 ഇൻറ്റു -1. മൈനസും ക്യാൻസൽ ആകും. സോ 1/2. ദെൻ -1/2 ഇൻറ്റു 8 -8/2 വരും, അല്ലേ? -8/2 ഈക്വൽസ് എത്രയാണ് വരിക? -4. ദെൻ -1/2 ഇൻറ്റു -6. രണ്ടും മൈനസ് ആണ്. മൈനസ് ആയതുകൊണ്ട് മൈനസ് ക്യാൻസൽ ആകും. സോ 6/2 വരും. 6/2 ഈക്വൽസ് 3. ദെൻ -1/2 ഇൻറ്റു 2. മൈനസ് ആണ് വരിക. ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണ്. സോ മൈനസ് ആണ് ആൻസർ വരിക. 2/2 വരും. -2/2 വരും. therefore -1. then third row element -1/2 ഇൻറ്റു -5. നമുക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് ആ ഫ്രാക്ഷൻ ആയിട്ട് അങ്ങനെ തന്നെ എഴുതാം. മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പം പ്ലസ് ആകും. സോ 5/2.
Then minus 1 by 2 into 3 minus 3 by 2. Minus 1 by 2 into minus 1 minus cancel agum 1 by 2. So A inverse equals matrix 1 by 2 minus 1 by 2 1 by 2 minus 4 3 minus 1 5 by 2 minus 3 by 2 1 by 2. Students, we have another matrix. Here find the inverse of matrix 4 2 minus 3 1. ഇതൊരു 2 by 2 മാട്രിക്സ് ആണ്. സോ ഈ കേസിൽ ഇൻവേഴ്സ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റുഡൻസ്, ഹിയർ വി ഹാവ് ടു ഫൈൻഡ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല എന്താണ്? എ ഇൻവേഴ്സ് ഈക്വൽസ് 1 by determinant A into adjoint A. So first we have to find out determinant A, then adjoint A. First നമുക്ക് determinant A ഒന്ന് find out ചെയ്യാം. Then matrix A. Matrix A യുടെ ഓർഡർ എത്രയാ? 2 ആണ് അല്ലേ? 2 by 2 ആണ്. സോ മാട്രിക്സ് A യുടെ ഓർഡർ 2 ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് A യുടെ ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. സോ ഡിറ്റർമിനന്റ് A ഈക്വൽസ് 4 2 minus 3 1. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഓർഡർ 2 ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് കാണാനുള്ള ഫോർമുല എന്താ? ഡിറ്റർമിനന്റ് വാല്യൂ കാണാനുള്ള AD minus BC, that is equals, ഇവിടെ A യുടെ പൊസിഷനിൽ വരുന്ന എലമെന്റ് 4 ആണ്, D യുടെ പൊസിഷനിൽ വരുന്ന എലമെന്റ് 1 ആണ്. സോ 4 into 1 4 minus 3 into 2. Minus 3 into 2 എത്രയാ വരിക? minus 6. That is 4 minus 6. minus എന്താകും? പ്ലസ് ആകും. സോ 4 plus 6 വരും അല്ലേ? That is equals 10. Therefore, determinant A equals 10. Students, here we have got determinant A, that is equals 10. Next we want to find adjoint A. Adjoint A find out ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് adjoint എന്ന് പറയുന്നത്. ഈ കേസിൽ മാട്രിക്സ് A എന്ന് പറയുന്നത് ഓർഡർ 2 വരുന്ന ഒരു മാട്രിക്സ് ആണ്. സോ ഓർഡർ 2 വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നതെന്ന്. ഇതിൽ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? 4 ആണ് അല്ലേ? A11 പൊസിഷനിൽ വരുന്ന എലമെന്റ് 4 ആണ്. സോ 4ന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ 11 അല്ലേ? ആൽഫ 11 വരുമ്പോൾ മൈനസ് 1 റേസ് ടു എത്രയാ വരിക? 11 ആയതുകൊണ്ട് 1 plus 1. ഇനി 4ന്റെ മൈനർ എന്ന് പറയുന്നത് എന്താ? 4 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിൽ എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്യാം, 4 ഇൻക്ലൂഡ് ചെയ്യുന്ന കോളത്തിലെ എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്യാം. റിമൈനിങ് എലമെന്റ് ഏതാണ്? 1. ഈ കേസിൽ നമുക്ക് അവിടെ സിംഗിൾ വാല്യൂ എത്രയാണോ, സിംഗിൾ നമ്പർ എത്രയാണോ അതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. Then minus 1 raised to 1 plus 1. Minus 1 raised to 1 plus 1 എന്ന് പറയുമ്പോൾ minus 1 raised to 2 ആണ് അല്ലേ? minus 1 raised to 2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? ഒന്ന് ഓർത്ത് നോക്കിക്കേ. മൈനസ് എപ്പോഴും ഓർക്കാം, മൈനസ് 1ന്റെ പവർ ഈവൺ നമ്പർ, അതായത് 2 4 6 8 ഇവയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് 1 ആയിരിക്കും. അതെപ്പോഴും ഓർക്കാം. ഇങ്ങനെ ഒരു ഈവൺ നമ്പർ ആണ് പവർ വരുന്നത് എങ്കിൽ ആ കേസിൽ -1 എന്നുള്ളത് എന്താകും? പ്ലസ് 1 ആകും. then 1 into 1 then second element എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ്. 2യുടെ കോഫാക്ടർ എങ്ങനെയാ വരിക? ആൽഫ 1 2. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആയതുകൊണ്ട് ആൽഫ 1 2. therefore cofactor is -1 raised to എത്രയാ വരിക? പവർ എത്രയാ വരിക? 1 2 ആയതുകൊണ്ട് 1 plus 2 അല്ലേ? 1 plus 2 3. ഇനി 2യുടെ മൈനർ എന്ന് പറയുന്നത് ഏതാ? 2 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റ് ഏതാണ്? -3. ഇവിടെ -1ന്റെ പവർ 3 ആണ് വന്നത്. 3 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ് അല്ലേ? സോ -1 തന്നെ. -1 into 3 -3. then third element എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്.
-3. -3യുടെ കോഫാക്ടർ എത്രയാണ് വരിക? ആൽഫ 2 1. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. ഇനി അതുകൊണ്ട് തന്നെ -1 റേസ് ടു 2 + 1 ആണ്. 2 + 1 ആയതുകൊണ്ട് 3. -3യുടെ മൈനർ ഏതാ വരിക? -3 ഇൻക്ലൂഡ് ചെയ്യുന്ന കോളത്തിലെയും റോയിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റ് വരുന്നത് 2 ആണ്. -1 raised to 3 -1. -1 into 2, that is equals -2. Then alpha 2 2. Alpha 2 2 എന്ന് പറയുമ്പോൾ 1 ആണ് അല്ല, 1ന്റെ കോഫാക്ടർ ആണ് നമ്മൾ കാണുന്നത്. 1ന്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ ആൽഫ 2 2 ആണ് വരിക. സോ -1 raised to 2 2 ആയതുകൊണ്ട് 2 + 2 വരും. 2 + 2 എന്ന് പറയുമ്പോൾ 4. ഇനി 1ന്റെ മൈനർ ഏതാ? 1 ഇൻക്ലൂഡ് ചെയ്യുന്ന കോളത്തിലെയും റോയിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റ് വരുന്നത് 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽസ് -1 raised to 4 എത്ര വരെ? ഈവൺ നമ്പർ ആണ്, അതുകൊണ്ട് 1. 1 into 4 4. സോ നമുക്ക് കോഫാക്ടർ മാട്രിക്സ് കിട്ടി. A alpha equals ഈ സെയിം ഓർഡറിൽ തന്നെ എടുത്ത് എഴുതാം. 1 -3 -2 4. ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? അഡ്ജോയിന്റ് ആണ്. അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസിനെ ആണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. സോ അഡ്ജ് A ഈക്വൽസ് എത്രയാ വരിക? ഈ കേസിൽ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ബിക്കം ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ബിക്കം സെക്കൻഡ് കോളം. സോ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയി മാറും 1 -3. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആയി മാറും -2 4. സോ സ്റ്റുഡൻസ് നമുക്കിവിടെ ഡിറ്റർമിനന്റ് എയും കിട്ടി, അഡ്ജോയിന്റ് എയും കിട്ടി. ഡിറ്റർമിനന്റ് A ഈക്വൽസ് 10, അഡ്ജോയിന്റ് A ഈക്വൽസ് 1 -2 -3 4. സ്റ്റുഡൻസ് ഈ കേസിൽ A ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം A ഇൻവേഴ്സിന്റെ ഫോർമുല വരുന്നത് എന്താ? 1/determinant A into adjoint A. സോ 1/determinant A എന്ന് പറയുമ്പോൾ 1/10 വരും. ഡിറ്റർമിനന്റ് A നമുക്ക് വന്നത് 10 ആണ്. സോ 1/10 into 1 -2 -3 4. എത്രയാ വരിക? 1/10 into 1 1/10. 1/10 into -2 -2/10. Then 1/10 into -3 -3/10. 1/10 into 4 4/10. ഇത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രാക്ഷൻ ആയിട്ട് തന്നെ അങ്ങ് കൊടുക്കുക. സോ A ഇൻവേഴ്സ് ഈക്വൽസ് മാട്രിക്സ് 1/10 -2/10 -3/10 4/10. Next, orthogonal matrix. A square matrix A is said to be orthogonal if the product of it and its transpose is a unit matrix. ഒരു മാട്രിക്സ് അതിൻ്റെ ട്രാൻസ്പോസുമായി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് മാട്രിക്സ് ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് ഒരു യൂണിറ്റ് മാട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ആ മാട്രിക്സിനെ പറയുന്ന പേരാണ് ഓർത്തോഗണൽ മാട്രിക്സ്. അതായത് മാട്രിക്സ് എനെ നമ്മൾ എയുടെ ട്രാൻസ്പോസുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് ഇനിയിപ്പം തിരിച്ചും എ ട്രാൻസ്പോസിനെ എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് മാട്രിക്സ് ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ് എങ്കിൽ ആ മാട്രിക്സിനെ നമ്മൾ മാട്രിക്സ് എനെ പറയുന്ന പേരാണ് എന്ത്? ഓർത്തോഗണൽ മാട്രിക്സ്. സ്റ്റുഡൻസ്, ഹിയർ ഐ ആം ഗിവിംഗ് യു എ ക്വസ്റ്റ്യൻ. All of you must solve this question and WhatsApp the answer personally. And the question is, if A equals matrix 3 5 7 2 -3 1 1 1 2, find A inverse. Students, that's all for today. See you in next class. Thank you all.